നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പാൻകേക്ക് ആണ്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാൻകേക്ക്. പല രീതിയിൽ പാൻകേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു പാൻകേക്കാണ്. വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് പാൻകേക്ക്. അധികം മധുരം ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സിറപ്പ് ഡിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. വലിയവർക്ക് ഇതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി. നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അധികം ടൈം ഒന്നും നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ എടുക്കില്ല. ഇനി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പാൻകേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ലാർജ് എഗ്ഗാണ്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് തൈര്. ഇത് കുറച്ച് ശർക്കരയാണ്. അത് ഞാൻ കുറച്ചിങ്ങനെ ചീകി എടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യം ബേക്കിംഗ് സോഡ. ഇത് വാനില എസൻസ് ഓപ്ഷണലാണ്, എന്നാലും ചേർക്കുന്നത് കൊണ്ട് തകരാറൊന്നുമില്ല. നല്ലൊരു മണമൊക്കെ നമ്മുടെ പാൻകേക്കിന് കിട്ടും. ഇത് ഫ്രഷ് മിൽക്കാണ്. ഇത് പഞ്ചസാരയാണ്. ഒരുപാടൊന്നും നമ്മൾ ചേർക്കുന്നില്ല, എന്നാലും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് വേണം. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദയാണ്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിനുശേഷം മൈദ ഒന്ന് അരിച്ചാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. കാരണം ബേക്കിംഗ് സോഡയായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 1 കപ്പ് മൈദയാണ് ഞാനിപ്പം ആഡ് ചെയ്യുന്നത്. ഇനി ഒരു 1/2 കപ്പ് മൈദ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പാൻകേക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് 1.5 കപ്പ് മൈദയ്ക്കാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡ മൈദയിലൊന്ന് നല്ലതുപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്നിങ്ങനെ അരിച്ച് ചേർക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതിനുശേഷം മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1/2 കപ്പ് തൈരാണ് ഇവിടെ ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണിത്. സെയിം അളവ് തന്നെയാണ് ഇനി നമ്മൾ ചേർക്കുന്ന പാലും, അതായത് 1/2 കപ്പ് പാലും കൂടി നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ലാർജ് എഗ്ഗ് നമ്മൾ എടുക്കണം. തീരെ ചെറുതല്ല, കുറച്ച് വലിപ്പമുള്ള ഒരു മുട്ട തന്നെ നമ്മൾ എടുക്കണം. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട കാര്യമില്ല, എന്നാലും ഒരു ചെറിയ മണം നമ്മുടെ പാൻകേക്കിന് വാനില എസൻസ് ചേർക്കുമ്പോൾ കിട്ടും. ഒരുപാട് അടിച്ച് പതപ്പിക്കേണ്ട. നമ്മളിത് ചെറുതായിട്ട് ഈ മുട്ട ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയും വാനില എസൻസും കൂടി ഒന്ന് ബീറ്റ് ചെയ്തത് നമ്മൾ മൈദ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ മാവിരിക്കുക. ഒരുപാട് അങ്ങ് ലൂസ് ഉണ്ടാവില്ല. ഒന്ന് പതുക്കെ നല്ലതുപോലെ ഒരു 1-2 മിനിറ്റ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലതുപോലെ മിക്സ് ആവും. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ച് കട്ടി അതിനെപ്പോഴും ഉണ്ടാവും. നമ്മളിതൊന്ന് മാറ്റി വെക്കുവാണ് ഒരു 20 മിനിറ്റ് നേരത്തേക്ക്. 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഒന്ന് ഞാൻ തേച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഇനി നമുക്ക് പാൻകേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സാധാരണ നമ്മൾ ദോശമാവൊന്നും ചുടുന്ന മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ ഒരു തവി അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇത് നമ്മളിങ്ങനെ എക്സ്ട്രാ പരത്തേണ്ട കാര്യമൊന്നുമില്ല. ആ കട്ടിക്ക് തന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ പരന്നു വരും. റൗണ്ട് ഷേപ്പ് ആകുന്നില്ല എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ യൂസ് ചെയ്യുന്ന കപ്പിൻ്റെ ആ മുകൾ ഭാഗം കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് റൗണ്ടാക്കി കൊടുക്കണം. അല്ലാതെ കട്ടിക്ക് നമ്മളിങ്ങനെ പരത്താനേ പാടില്ല. ഇപ്പം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ചെറിയ ചെറിയ കുമിളകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ട് ഒരു സൈഡ് തന്നെ നിങ്ങൾക്ക് കാണാം നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഒരു വശത്ത് ഈ ചെറിയ ചെറിയ സ്പോട്ട് വന്ന്
കഴിഞ്ഞതിന് ശേഷം മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായതുപോലെ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ഇത് നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ ഭാഗവും നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പാൻ കേക്ക് നല്ലതുപോലെ പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പാൻ കേക്കും കൂടി നമുക്ക് അതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻ കേക്കിൻ്റെ പരിപാടി. അപ്പോൾ എത്ര പെട്ടെന്ന് തന്നെയാണ് നമ്മൾ പാൻ കേക്ക് തയ്യാറാക്കിയെടുത്തത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കണം. വളരെ എളുപ്പമാണ്. വേണമെങ്കിൽ രാത്രി തന്നെ നമുക്ക് ഈ മിക്സ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. കാരണം അവർക്ക് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും സിറപ്പ് കൊടുക്കാം. വലിയവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ കൂടെ കഴിക്കാം. ഒരുപാട് മധുരം ആവശ്യമില്ലാത്തവർക്ക്, മധുരത്തോടു കൂടി തന്നെ കഴിക്കണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ പാൻ കേക്ക് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.